ഹായ് ഡിയർ സ്റ്റുഡൻസ്, +1 കോമേഴ്സിൻ്റെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മളിന്ന് പഠിക്കുവാൻ ആരംഭിക്കുന്നത്. ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഞാനിവിടെ പോയിൻറ്സും വിത്ത് എക്സാമ്പിൾ ഇമേജസ് ആണ് തരുന്നത്. സോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇമേജസ് വെച്ചായിരിക്കും. അതാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടുകയും അതേപോലെ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് സൂമിൽ കൂടെ സ്കൈപ്പിൽ കൂടെ ഒക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സാമിൻ്റെ സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പഠിക്കേണ്ട സമയത്ത് ക്ലാസ്സസ് വേണമെങ്കിൽ ഞാൻ ഒരു ഫൈവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ആ വഴി നമുക്ക് ചെറിയൊരു ഫീസ് ഞാൻ ഈടാക്കും. അത് വെച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിരിക്കും. അതുകൊണ്ട് അത് ആഗ്രഹമുള്ളവർ, അത് താല്പര്യമുള്ളവർ അതിലേക്ക് കടന്നു വരിക. ഓക്കെ, നമുക്കിന്ന് ബിസിനസ് സ്റ്റഡീസിലെ കൺസെപ്റ്റ്സ് ഓഫ് ബിസിനസ് തുടക്കമാണ് അല്ലേ, ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പം നമുക്ക് കാര്യങ്ങൾ പെതുക്കെ മനസ്സിലാക്കിയെടുക്കാം. ഞാൻ അല്പം പെതുക്കെയാണ്, അല്ലെങ്കിൽ അല്പം എൻ്റെ സ്പീഡ് കുറച്ചായിരിക്കും ഞാൻ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങൾ +10 വരെ പഠിക്കാത്ത, 10th വരെ നിങ്ങൾ പഠിക്കാത്ത കുറേ കാര്യങ്ങളാണ് +1 കോമേഴ്സിൽ പഠിക്കുന്നത്. സയൻസ്, മാത്സ് ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ ഓരോ ക്ലാസ്സിൽ പഠിച്ച് ഇപ്പോൾ +1 +2 ഒക്കെ സയൻസ് എടുത്തവർക്ക് അവർക്കത് കണ്ടിന്യൂസ് പഠിച്ചാൽ മതി. എന്നാൽ +1 കോമേഴ്സ് എടുക്കുന്നവരെ സംബന്ധിച്ച് എല്ലാം പുതിയതായിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ, കുറേ ബിസിനസ്സിനെ പറ്റി, കുറേ കണക്കുകളെ പറ്റി, കുറേ അക്കൗണ്ട്സിനെ പറ്റിയൊക്കെ നമ്മൾ കാര്യങ്ങളാണ് ഈ കൊമേഴ്സിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് ആ ഫ്ലോയിൽ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഹോട്ടലുണ്ട് അല്ലേ, ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിക്കാറില്ലേ. അതേപോലെ നമ്മൾ മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാറുണ്ട്, ചിക്കൻ മേടിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെന്ന് എന്താ ഇതിനൊക്കെ പറയുന്നത്? ഇതിനൊക്കെയാണ് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബിസിനസ്സുകാരൊക്കെ ഭയങ്കര തിരക്കല്ലേ, ആ കടകളിലൊക്കെ തിരക്കുള്ളപ്പം അവിടെ അതിൻ്റെ ഓണേഴ്സൊക്കെ അങ്ങ് ഓടി നടക്കും, അവരങ്ങ് ബിസിയാണ്. അപ്പോൾ ഈ ബിസി എന്ന് പറയുന്ന ഒരു വാക്കിനകത്തുനിന്നാണ് ബിസിനസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത്. നമുക്ക് തിരക്കുള്ള ബീയിങ് ബിസി എന്നാണ് ബിസിനസ്സിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ബിസിനസ്സുകാർ ചെയ്യുന്നത് അല്ലേ, അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ബേക്കറി ഉള്ളവർ അവിടെ ബണ്ണൊക്കെ ഉണ്ടാക്കുന്നു, അത് വിൽക്കുന്നു. ഇല്ലെങ്കിൽ അവർക്ക് സാധനങ്ങൾ, ഇപ്പോൾ പാലൊക്കെയാണ് അവരവിടെ ചെയ്യുന്നതാണോ? അല്ല, മിൽമക്കാർ കൊണ്ട് മിൽമയുടെ കമ്പനിയുടെ പാല് കൊടുക്കുന്നു, അവരത് മേടിച്ച് വെക്കുന്നു, അത് വിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ബിസിനസ്സുകാർ. പല ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്. നമുക്ക് എത്ര കടകളാണ് നമ്മുടെ ചെറിയ ഒരു ഗ്രാമത്തിൽ തന്നെ എന്തോരം കടകളുണ്ട്, എന്തോരം ബിസിനസ് ഉണ്ട് അല്ലേ. നമുക്ക് ചിക്കന്, മീൻ എന്തോ വേണമെങ്കിലും നമുക്ക് അടുത്ത് പോയി മേടിക്കാൻ പറ്റും. അവരൊക്കെ നമ്മൾ ബിസിനസ്സുകായിരുന്നു. അവർ ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് എന്നുമാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നവർ കാണും, അല്ലെങ്കിൽ എവിടുന്നേലും മേടിച്ച് പർച്ചേസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർ കാണും, അല്ലെങ്കിൽ അത് സർവീസസ് ചെയ്ത് കൊടുക്കുന്നവർ കാണും. ഇപ്പം ടിക്കറ്റൊക്കെ എവിടെ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് തരുന്ന ട്രാവൽ ഏജൻസികളുണ്ട്. അവർക്ക് സർവീസ് അല്ലേ ചെയ്യുന്നത്, അവർ ഗുഡ്സ് ഒന്നും അല്ല തരുന്നത്, അവർ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും, പ്രൊഡക്ഷന് അല്ലെങ്കിൽ സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഉണ്ടാക്കി അവർ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വിൽക്കുന്നവർ കാണും, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മേടിച്ചിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നവർ കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാവരെയും നമ്മൾ എന്താ പറയുന്നത്, ബിസിനസ്സുകാരെന്നോ അവർ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്. എന്താ ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്? അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഏൺ പ്രോഫിറ്റ് എന്നുള്ളതാണ്. എന്താണ് ഏൺ പ്രോഫിറ്റ്? അതായത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഇപ്പം നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്സൈഡ് പോയി എന്തെങ്കിലും ഗെയിം കളിക്കാൻ എന്തെങ്കിലും വേണം, ബോളോ ബാറ്റോ എന്തെങ്കിലും വേണമെന്നിരിക്കട്ടെ. ആ സമയത്ത് നമ്മളൊരു കടയിൽ പോയിട്ട്, സ്പോർട്സ് മെറ്റീരിയൽസൊക്കെ വിൽക്കുന്ന കടയിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുകയാണ് ചെയ്യുന്നത്. അവരെന്തിനാണ്? നമ്മുടെ സന്തോഷത്തിനാണോ ഇത് ചെയ്യുന്നത്? അതെ, നമുക്ക് സന്തോഷം കിട്ടും. നമുക്കിഷ്ടമുള്ള ഒരു ബോളോ ബാറ്റോ മേടിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുകയും അതോടുകൂടി അവർക്ക് അതിൽ നിന്ന് ഒരു ചെറിയ ലാഭം, ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു ലാഭം അവരുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും അവർ ആ ബിസിനസ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏൺ പ്രോഫിറ്റിന് വേണ്ടിയാണ്, ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് എന്തായിരിക്കും? ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കും. എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്? കസ്റ്റമർ, നമ്മളെപ്പോലെ സാധനങ്ങൾ മേടിക്കുന്നവർക്കുള്ള ആ സാറ്റിസ്ഫാക്ഷൻ തന്നിട്ട്, സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് അവർ കണ്ടറിഞ്ഞ് പ്രൊവൈഡ് ചെയ്തിട്ട് അവരതിനകത്തുനിന്ന് ലാഭം എടുക്കുന്ന പരിപാടിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇനിയും
ഓക്കെ, ബിസിനസ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മുടെ മനുഷ്യരുടെ പ്രവൃത്തികളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കൊമേഴ്സിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഓക്കെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഒരു ദിവസം 24 മണിക്കൂറുണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ഒരു പ്രായമുള്ള ആൾ ഒരു പല കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റി, മറ്റൊന്ന് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. ഇനി എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കാം. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെ എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ പേരൻസ് രാവിലെ ജോലിക്ക് പോകുന്നു. അവരെന്തിനാണ് പോകുന്നത്? അവർക്ക് അന്നത്തെ ദിവസത്തെ ശമ്പളം കിട്ടേണ്ടതിന്, വേജസ് കിട്ടേണ്ടതിന്, സാലറി കിട്ടേണ്ടതിന് ഒക്കെയാണ് അവർ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്കൊരു എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ നിങ്ങളുടെ വീട്ടിലെ ചില പപ്പായൊക്കെ ബിസിനസ് ചെയ്യുന്നവർ കാണും. മറ്റു ചിലർ ഡോക്ടർമാർ കാണും, ലോയർമാർ കാണും. അതിനെ പ്രൊഫഷൻ എന്നാണ് പറയുന്നത്. അവർക്കൊരു ഒരു ഒരു നല്ല നല്ല ക്വാളിഫൈഡ് ആയിട്ട് നല്ലതായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് സർട്ടിഫൈ ആക്കിയ ഒരു പ്രൊഫഷനാണ് CA, അതേപോലെ ഡോക്ടർമാർ, എൻജിനീയർമാർ. അവർക്കൊക്കെ ക്വാളിഫൈഡ് ആണ്, വെൽ ക്വാളിഫൈഡ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു പ്രൊഫഷന് വേണ്ടി ജോലിക്ക് പോകുന്നവർ കാണും. പിന്നീട് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ജോലിക്ക് പോകുന്നവരെയൊക്കെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിക്കകത്ത് വരുത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാറ്റഗറിയിലായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും പേരൻസ് ഉള്ളത്. ചിലരുടെ പപ്പമാർ ബിസിനസ് ആയിരിക്കും, ചിലർ ഡോക്ടർമാർ കാണും, അല്ലെങ്കിൽ മറ്റു ചിലർ സാധാ ജോലി ചെയ്യുന്നവർ കാണും. എല്ലാത്തിനും ശമ്പളം, എല്ലാത്തിനും വരുമാനമുണ്ട്, എല്ലാത്തിനും എന്തെങ്കിലും ഏണിങ് കിട്ടുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി, പണം ഏൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ബിസിനസ്, എന്ത് ബിസിനസ്, ഇതിപ്പോൾ ഒരു പച്ചക്കറി വിൽക്കുന്ന ബിസിനസ്. അവരെന്തിനാണ് ചെയ്യുന്നത്? അവർ ഈ സാധനങ്ങൾ വിറ്റവർക്ക് പൈസ കിട്ടാൻ വേണ്ടി. ഒരു ഡോക്ടർ പ്രൊഫഷൻ, അദ്ദേഹം ക്വാളിഫൈഡ് ആണ്, അദ്ദേഹം സ്വന്തമായിട്ട് വേണമെങ്കിലും ഒരു ക്ലിനിക്ക് ഇട്ടിട്ട് ആളുകൾക്ക് ചികിത്സ ചെയ്തു കൊടുക്കാൻ പറ്റും, പ്രൊഫഷൻ. മറ്റാണ് നമ്മൾ പറഞ്ഞത് എംപ്ലോയ്മെൻറ്റ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പോയി മറ്റുള്ളവരുടെ കമ്പനിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ബിസിനസ് നന്നാവേണ്ടതിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന ജോലികൾ, അതാണ് എംപ്ലോയ്മെൻറ്റ്. അടുത്ത കാറ്റഗറിയാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഞാൻ പറഞ്ഞ 24 മണിക്കൂറിനകത്ത് ചിലത് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റിയും മറ്റു ചിലത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. അതിൻ്റെ ഒരു നല്ല എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, നമ്മുടെ ഇപ്പം മമ്മിക്ക് ജോലി ഉണ്ടെന്ന് കൂട്ടിക്കോ. രാവിലെ ജോലിക്ക് പോയിട്ട് വന്നിട്ട് നമുക്ക് വേണ്ടിയുള്ള ആഹാരങ്ങൾ കുക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ആ കുക്ക് ചെയ്യുന്നത് എന്തിനാണ്? ലാഭം ഉണ്ടാക്കാനാണോ? പൈസ ഉണ്ടാക്കാനാണോ? അല്ല, നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, നമ്മളോടുള്ള സിമ്പതി കൊണ്ട്. സോ ഒരു ഉള്ളിലെ സ്നേഹം കൊണ്ട് നമ്മൾ ലാഭേച്ഛയൊന്നും ഇല്ലാതെ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല, അല്ലാതെ ചെയ്യുന്ന പ്രവർത്തികളെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. എന്താ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഒരു വ്യക്തി ചിലപ്പോൾ സന്തോഷമായിരിക്കും, ആ വ്യക്തി ചിലപ്പം കൈൻഡായിരിക്കും, ദയുള്ളവനായിരിക്കും, ചിലപ്പോൾ ദയയില്ലാത്തവനായിരിക്കും. ദയുള്ളവരായിരിക്കണം എപ്പോഴും. ചിലപ്പോൾ സ്നേഹം ഒത്തിരി ഉള്ളവരായിരിക്കും, മറ്റുള്ളവരെ ഒത്തിരി സ്നേഹിക്കുന്നവരായിരിക്കും, മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കും. സോ അതൊക്കെ നമുക്ക് പറയാം അവൻ്റെ ഒരു നല്ല ഗുണങ്ങളാണ്, ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെ അവൻ്റെ സ്വഭാവ സവിശേഷതകൾ, അല്ലെ അവൻ്റെ സ്വഭാവ രീതികളാണ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എന്ന് പറഞ്ഞതുപോലെ ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അത് നമുക്കിന്ന് നോക്കാം. ഒന്നാമതായിട്ട് എക്കണോമിക് ആക്ടിവിറ്റി. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി? ഞാൻ പറഞ്ഞതുപോലെ ബിസിനസ്, നിങ്ങളുടെ ചുറ്റുമുള്ള ബിസിനസ്സൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തേ. ഒരു മീൻകാരൻ വരുന്നുണ്ട്, ഒരു പലചരക്ക് കടയുണ്ട്, ഒരു ബേക്കറി ഉണ്ട്, ഒരു ചിക്കൻ വിൽക്കുന്ന കടയുണ്ട്, ഹോട്ടലുണ്ട്, പല ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്. അവിടെ ഒക്കെ നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് ഒന്നിലെ സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സൊക്കെ തരത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അവിടെ പണമിടപാടുകൾ, എക്സ്ചേഞ്ച് ഓഫ് മണി നടക്കുന്നുണ്ട്. നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് പറയാം. രണ്ടാമതായിട്ട് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിസിനസ്സിനകത്ത്
നടക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ബണ്ണ്, ഒരു ബേക്കറിയാണ് അവിടെ നമ്മൾ ബണ്ണ്, പഫ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേക്കറീസ് ഉണ്ട്. ഇനി പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഞാനൊരു കട തുടങ്ങിയിട്ട് അവിടെ പാലും തൈരും ഒക്കെ ഞാൻ വരുത്തിയിട്ട് അത് വിൽക്കും, ഇച്ചിരി പൈസ കൂട്ടി വിൽക്കും. അപ്പോൾ നമ്മൾ ഒന്നീ പ്രൊഡക്ഷൻ ചെയ്തിട്ട് വിൽക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മേടിച്ചിട്ട് വിൽക്കും. പ്രൊഡക്ഷനാണ് ഞാൻ പറഞ്ഞത്, ഈ മൈനിങ്ങും ഒക്കെ പ്രൊഡക്ഷനകത്താണ് വരുന്നത്. ഓക്കെ, പ്രൊക്യൂർമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മേടിച്ചിട്ട് വിൽക്കുന്നതിനെയാണ് പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമുക്കറിയാം ബിസിനസ്സിനകത്ത് എന്താണ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നൊരു ട്രാവൽ ഏജൻസിയാണ്, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അവർ നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അതിനുള്ള ടിക്കറ്റ്, ഫ്ലൈറ്റിൻ്റെ ആണോ ട്രെയിനിൻ്റെ ആണോ അവർ എടുത്ത് തരും. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം, അപ്പോൾ നമുക്ക് പൈസ കൊടുത്താൽ കുറച്ച് സാധനങ്ങൾ കിട്ടും. അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്, ബിസിനസ്സിനകത്ത് സെയിൽസ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നെക്സ്റ്റ് വൺ, ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. ഈ ബിസിനസ്സിൻ്റെ കേസിൽ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ലാഭം നേടേണ്ടതിന് റെഗുലറായിട്ട് ചെയ്താൽ മാത്രമേ അതിനെ ബിസിനസ് എന്ന് പറയാനൊക്കത്തുള്ളൂ. നിങ്ങൾ വല്ലപ്പോഴും ഒരു വർഷത്തിൽ നിങ്ങൾ പറങ്ങാണ്ടി എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്, കുറച്ച് പൈസ കിട്ടും നിങ്ങൾക്ക്. അതിന് നിങ്ങൾക്ക് ബിസിനസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അത് വല്ലപ്പോഴും നടക്കുന്ന ആ സീസണിൽ നമ്മൾ വല്ലപ്പോഴും പറിച്ച് വെച്ചിട്ട് നമ്മൾ വിൽക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വാച്ച് നിങ്ങൾ ഒരാൾക്ക് വിറ്റു, എത്ര നാളിന് 2 വർഷം നിങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും വിറ്റേക്കുന്നത്. അത് നമുക്ക് ബിസിനസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്ത് ലാഭം കിട്ടിയാൽ തന്നെ നിങ്ങൾക്കത് ബിസിനസ്സാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു ബിസിനസ് ചെയ്തു എന്നൊന്നും പൊങ്ങച്ചടിക്കാൻ പറ്റത്തില്ല. ആരും പൊങ്ങച്ചടിക്കത്തില്ലെന്ന് അറിയാമെങ്കിലും പറഞ്ഞാണ്. ഓക്കെ, എനിവേ നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ഹോട്ടലാണെങ്കിൽ, ബേക്കറി ആണെങ്കിൽ, മീൻകാരനാണെങ്കിൽ അവരെന്നും വരും അല്ലേ, എന്നും വന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. റെഗുലറായിട്ട് അവർ ലാഭം ഉണ്ടാക്കും, റെഗുലറായിട്ട് അവർ ബിസിനസ് ചെയ്യും, റെഗുലറായിട്ട് അവർ സെയിൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ബിസിനസ് എന്ന് പറയാൻ സാധിക്കുന്നത്. അടുത്തത് പ്രോഫിറ്റ് ഏണിങ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ്, അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. എന്താ അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ? അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല. എന്താ ഉറപ്പില്ലാത്ത? ഇന്ന് പറയാണ് കാലാവസ്ഥ, മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. കാർമേഘം വന്നിട്ടുണ്ട്, പക്ഷേ മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അൺസർട്ടനാണ്, നമുക്കറിയത്തില്ല പെയ്യുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു നിങ്ങൾ വലുതായി പ്രായമായി കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർക്കുക, ഞാൻ എൻ്റെ അവിടെ ഒരു നല്ല ഹോട്ടൽ അല്ലെ നല്ലൊരു കഫേ കോഫിയുടെ അങ്ങോട്ട് പോലുള്ള നല്ല ഒരു ഷോപ്പ് അങ്ങോട്ട് തുടങ്ങാൻ പോകാമെന്ന് നിങ്ങൾ ചിന്തിച്ചു. നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുണ്ട് കയ്യിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാനൊരു നല്ല ഷോപ്പ്, ചെറിയൊരു ഷോപ്പ് ഞങ്ങളുടെ വില്ലേജിൽ തന്നെ ഇടാൻ പോവാണ്, ഞങ്ങളുടെ സ്ഥലത്ത് ഇടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ 1 ലക്ഷം രൂപ ഇട്ടാൽ നിങ്ങൾക്ക് അതിനകത്തൊന്ന് ലാഭം ഉണ്ടാക്കാമെന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പൊന്നും വേണ്ട. കാരണം നമുക്കറിയാം, ഈ കൊറോണ സമയത്ത് എത്രയോ കടകൾ പൂട്ടിപ്പോയി. അവരൊക്കെ പൈസ ഇറക്കിയതല്ലേ. എന്താ പറ്റിയത്? അവർ പ്രതീക്ഷിക്കാത്ത ഒരു ഇവൻ്റ് സംഭവിച്ചു, കൊറോണ വന്ന് വ്യാപിച്ചു പോയി. അപ്പോൾ നമുക്ക് ഒരിക്കലും ബിസിനസ്സിൻ്റെ കേസിൽ ഒന്നും ഉറപ്പ് പറയാനൊക്കത്തില്ല, എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. സോ അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ ആണ് ബിസിനസ്സിൻ്റെ കേസിൽ. നെക്സ്റ്റ് പോയിൻ്റ്, എലമെൻറ്റ് ഓഫ് റിസ്ക്. എപ്പോഴും ബിസിനസ്സിനകത്ത് റിസ്ക് ഉണ്ട്. നിങ്ങളിപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. മാസ്ക് ഇറങ്ങിയ സമയത്ത് ഭയങ്കര വിലയായിരുന്നു. അതായത് കൊറോണ സമയത്ത് മാസ്ക് ഇറങ്ങിയ സമയത്ത് നമ്മളറിയാം, പണ്ടൊന്നും ആരും മാസ്ക് ഒന്നും ഒത്തിരി ഉപയോഗിക്കത്തില്ല, ആശുപത്രി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. പെട്ടെന്ന് കൊറോണ വന്ന് മാസ്ക് നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോഴത്തേന് മാസ്കിന് വൻ ഡിമാൻഡായി, ആൾക്കാരെല്ലാം ഓടി നടക്കുക മാസ്ക് കിട്ടാൻ വേണ്ടി. ആ സമയത്ത് ഒരു കൂട് മാസ്കിന് ഒരു 500 രൂപയാണ് അങ്ങോട്ട് കൂട്ടിക്കോ. അപ്പം ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പം ഞാൻ നോക്കിയപ്പം 500 രൂപ കിട്ടും ഒരു കൂടിനല്ലേ. അപ്പം ഞാൻ 400 രൂപയ്ക്ക് കുറേ മാസ്ക്, ഒരു കൂട് വെച്ച് മാസ്ക് അങ്ങോട്ട് ഇറക്കി വെച്ചു. ഞാനോർത്ത് 500-ന് വിൽക്കാം, എനിക്ക് 100 രൂപ ലാഭം കിട്ടുമല്ലോ ഒരെണ്ണം വിൽക്കുമ്പോൾ എന്ന് വെച്ച്. പെട്ടെന്ന് എന്ത് പറ്റി? അവിടുന്ന് ഇവിടുന്ന് എല്ലാം മാസ്ക് അങ്ങോട്ട് വരാൻ തുടങ്ങി. പല രാജ്യത്തു നിന്ന് എല്ലാവരും അങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് മാസ്ക് മാർക്കറ്റിൽ ഒത്തിരി ആയി കഴിഞ്ഞപ്പം മാസ്കിൻ്റെ വില 300 രൂപയായിട്ട് കുറഞ്ഞെന്ന് കൂട്ടിക്കോ. ചൈനക്കാരെല്ലാം കൂടെ വില കുറച്ച് അങ്ങോട്ട് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേന് വെറും 200-300 രൂപയ്ക്ക് മാസ്ക് കിട്ടാൻ തുടങ്ങി. ഞാൻ എത്ര രൂപയ്ക്കാണ് മേടിച്ച് വെച്ചേക്കുന്നത്? 400 രൂപയ്ക്കാണ് മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു റിസ്ക്, അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ഓഫ് റിസ്ക് ബിസിനസ്സിൽ സംഭവിക്കാം. ഈ പറഞ്ഞ കൊറോണ പോലുള്ള വൻ മഹാമാരികൾ വന്നാൽ ബിസിനസ്സിന് റിസ്ക്കാണ്.
സോ പിന്നെ കസ്റ്റമറിൻ്റെ പണ്ട് നമുക്കറിയാം, ഇപ്പം എല്ലാവർക്കും മൊബൈലും ക്യാമറയും ഒക്കെ ആയില്ലേ. പണ്ട് ലാൻഡ് ഫോൺ ആയിരുന്നു. അത് ഇപ്പോഴും നമ്മൾ ലാൻഡ് ഫോണാണ്. നമ്മുടെ ലാൻഡ് ഫോൺ ബിസിനസ് തുടങ്ങിയ സമയത്ത് മൊബൈൽ എന്ന് പറഞ്ഞ ടെക്നോളജി വന്നു. നമ്മൾ ഇറക്കിയ പൈസ മൊത്തം പോയില്ലേ, ലാൻഡ് ഫോണിന് വേണ്ടി ഇറക്കിയ പൈസ മൊത്തം പോയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ച് നമുക്ക് റിസ്ക് ഉണ്ട്, ബിസിനസ്സിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ അതങ്ങോട്ട് വിറ്റ് ലാഭമായി കഴിഞ്ഞാൽ ഭയങ്കര ലാഭമായിരിക്കും. ഒരു ജോലിക്കാരനേക്കാളും കൂടുതൽ ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാക്കും. കാരണം അദ്ദേഹം റിസ്ക് എടുക്കാൻ റെഡിയാണ്. ബിസിനസ്സിനകത്ത് റിസ്ക് ഉണ്ട്. സോ ഇത്രയാണ് നമ്മൾ ബിസിനസ്സിനെ പറ്റി ഇന്ന് പഠിച്ചത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതേപോലെ നിങ്ങൾ ഇവിടെ പുതുതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് അക്കൗണ്ടൻസിക്കും ബിസിനസ് സ്റ്റഡീസിനും എക്കണോമിക്സിനും ഒക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫൈവറിൻ്റെ ലിങ്ക് കാണും. അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നിങ്ങളെന്നെ ഈ കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.